നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്, മൂക്കന്നൂർ, City Tower, City Wear, City Shoes, Ankamali and Cochin Kalapavan, Ankamali franchise. അമ്മയിൽ അസാധാരണ പ്രതിസന്ധി, ബൈലോ പ്രകാരം എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുവാൻ ആലോചന. താരസംഘടനയായ അമ്മയിൽ അസാധാരണ പ്രതിസന്ധി, തുടർ നീക്കങ്ങളിൽ നേതൃത്വം നിയമോപദേശം തേടി. ബൈലോ പ്രകാരം നിലവിലെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുവാനും ആലോചന. വീണ്ടും തെരഞ്ഞെടുപ്പ് വേണമെന്നും സംഘടനയിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് പുനഃക്രമീകരണം അസാധ്യമായതോടെയാണ് പുതിയ ആലോചനകൾ. അവസരം ലഭിക്കുവാൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണം. പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെ ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്ത്. സിനിമയിൽ അവസരം ലഭിക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടതായി ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ. പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെയാണ് ആരോപണം. കാസ്റ്റിംഗ് കൌച്ചിന് വഴങ്ങാത്തതിനാൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. സീരിയലിലും സമാനമായ സാഹചര്യമുണ്ടായെന്നും അവർ പ്രതികരിച്ചു. വയസ്സുകാരി CWCയുടെ സംരക്ഷണയിൽ 10 ദിവസത്തോളം കൌൺസിലിംഗ് നൽകും. വിശാഖപട്ടണത്ത് നിന്നും കണ്ടെത്തി തിരുവനന്തപുരത്ത് എത്തിച്ച 13 വയസ്സുകാരി CWCയുടെ സംരക്ഷണയിൽ തുടരുന്നു. ഇന്നലെ കുട്ടിയുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം കൌൺസിലിംഗ് നടപടികൾ ആരംഭിച്ചിരുന്നു. 10 ദിവസത്തോളം കുട്ടിക്ക് കൌൺസിലിംഗ് നൽകും. രഞ്ജിത്തിനെതിരായ ബംഗാൾ നടിയുടെ പരാതി കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. പശ്ചിമ ബംഗാൾ നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ എടുത്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. SPG പൂങ്കുഴലിക്കാണ് അന്വേഷണ ചുമതല. സംവിധായകൻ VK പ്രകാശിനെതിരെ യുവ എഴുത്തുകാരി DGPക്ക് നൽകിയ പരാതിയും പ്രത്യേക സംഘത്തിന് കൈമാറും. പച്ചക്കറി വ്യാപാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം, പ്രതികളെത്തിയത് കടയിലെ ജീവനക്കാരിയെ ലക്ഷ്യം വെച്ച്. പത്തനംതിട്ട റാന്നിയിലെ പച്ചക്കറി വ്യാപാരിയെ 2 അംഗ സംഘം വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതികളെത്തിയത് കടയിലെ ജീവനക്കാരിയെ ലക്ഷ്യം വെച്ച്. ക്യാരറ്റിന്റെ വിലയെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം. കടയിലെ ജീവനക്കാരിയായ മഹാലക്ഷ്മിയെ ലക്ഷ്യം വെച്ചാണ് പ്രതികൾ എത്തിയത് എന്നാണ് FIR. റാന്നി മാർത്തോമ ആശുപത്രിക്ക് സമീപമുള്ള പച്ചക്കറി വ്യാപാരി അനിലാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്,
പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെ പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഷിരൂർ ദൌത്യം. അർജുന്റെ കുടുംബം നാളെ കർണാടക മുഖ്യമന്ത്രിയെയും DK ശിവകുമാറിനെയും കാണും. ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബം നാളെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും കാണും. കോഴിക്കോട് MP MK രാഘവൻ, മഞ്ചേശ്വരം MLA AKM അഷ്റഫ് എന്നിവരും കുടുംബത്തോടൊപ്പം ഉണ്ടാകും. ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവം കരാറുകാരനും സ്ട്രക്ചറൽ കൺസൾട്ടന്റിനുമെതിരെ കേസ്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയിൽ സ്ഥാപിച്ച ഛത്രപതി ശിവാജിയുടെ പ്രതിമ തകർന്നു വീണ സംഭവത്തിൽ കേസെടുത്തു. കരാറുകാരൻ ജയ്ദീപ് ആപ്തേക്കും സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ചേതൻ പട്ടേലിനും എതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ നാവികസേനയും അന്വേഷണം തുടങ്ങി. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern City Wear and City Shoes, Angamali. Number 048424555555. മുകേഷ് MLA സ്ഥാനം ഒഴിയേണ്ട വിവാദം CPIM ചർച്ച ചെയ്യും. ലൈംഗികാരോപണ വെളിപ്പെടുത്തലിൽ മുകേഷ് MLA സ്ഥാനം ഒഴിയേണ്ടെന്ന് CPIM വിലയിരുത്തൽ. സിനിമാ നയ രൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് ഒഴിഞ്ഞേക്കുമെന്നും സൂചന. എന്നാൽ MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. വിവാദം CPIM ഇന്ന് ചർച്ച ചെയ്യും. മുകേഷ്, ജയസൂര്യ അടക്കമുള്ളവർക്ക് നിഷേധിക്കാനാവില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. നിയമ നടപടിയുമായി മിനു മുനീർ. തന്നോട് അതിക്രമം കാണിച്ച എല്ലാവർക്കുമെതിരെ നിയമപരമായി നീങ്ങുമെന്നും മിനു മുനീർ. അന്വേഷണ സംഘം ഫോണിൽ സംസാരിച്ചിരുന്നു. വിശദമായ മൊഴിയെടുക്കുവാൻ അവർ സമയം തേടിയിട്ടുണ്ട്. ആരോപണ വിധേയർ വെളിപ്പെടുത്തൽ നിഷേധിക്കാത്തത് താൻ പറയുന്നത് സത്യമായതുകൊണ്ടാണെന്നും മിനു പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.